30,000 രൂപ ഡിസ്കൗണ്ടിൽ 7,95,000 രൂപക്ക് 3 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള ഈ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇന്നലെ 4,75,000 രൂപക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 4,75,000 രൂപക്ക് 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് 15 ലാസ്റ്റ് എറ്റിയോസ് ക്രോസ് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള, ഒരു ക്ലെയിമും ആക്സിഡന്റും റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു 55,000 കിലോമീറ്റർ ഓടിയ 40,000 രൂപ സേവ് ചെയ്യാൻ മാത്രമല്ല, IT ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. IT ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഈ വാഹനത്തിന് ക്യാഷ് ബാക്ക് ആയി. 5 ടയറും പുതിയ ടയർ, പുതിയ ബമ്പർ ടു ബമ്പർ കമ്പനി ഇൻഷുറൻസ്, 2.5 വർഷം വാറണ്ടി ഉള്ള ഈ വാഹനം നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. 2,90,000 രൂപക്ക് ഡീസൽ 13 ലാസ്റ്റ് വരുന്ന i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഹലോ ഫ്രണ്ട്സ്, RB മോട്ടോഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷനുകൾ, നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വാഹനങ്ങൾ, അതും വെറൈറ്റി വാഹനങ്ങൾ, നമുക്കൊന്നും അധികമൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആകാത്ത ഒരു എസ് ക്രോസ് ഓട്ടോമാറ്റിക്, അതും വെറും 10,000 കിലോമീറ്റർ ഓടിയ 2.5 വർഷം കമ്പനി വാറണ്ടിയിൽ തന്നെ ബാക്കിയുള്ള ഹൈബ്രിഡ് വരുന്ന ഡി ജനറേഷനൊക്കെ ഉള്ള ഓപ്ഷൻ വരുന്ന 10,000 കിലോമീറ്റർ ഓടിയ വാഹനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ലക്ഷം എക്സ്ട്രാ ഫിറ്റിങ്സോട് കൂടിയ നല്ലൊരു സെലിബ്രിറ്റിയുടെ വാഹനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ബ്രസയാണ്. 3 ലക്ഷത്തിൻ്റെ മുകളിൽ ഫിറ്റിങ്സ് നമുക്ക് ഉള്ള വാഹനം. അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിലൊക്കെ 4 ലക്ഷത്തിൻ്റെ മുകളിൽ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 4 ലക്ഷം രൂപയുടെ മുകളിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മറാസോ, ഒന്നല്ല 3 വാഹനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാറ്റലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇന്ന് നമ്മൾ ഒരു 10-15 വണ്ടികൾ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. ഇനിയും 2-3 എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നുണ്ട്. വൈകാതെ നമ്മുടെ വീഡിയോകളൊക്കെ വാച്ച് ചെയ്ത് ഒപ്പം കൂടുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. അതോടുകൂടി തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തും. ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുമ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും വാട്സപ്പിലും ഒക്കെ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി കളർ, അടിപൊളി ഫിറ്റിങ്സ്, അതും പക്കാ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, ഒരു അടിപൊളി ഫാൻസി നമ്പറാണ്. നിങ്ങൾക്ക് ഈ വാഹനം കാണുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഓണർ ചിലപ്പം പരിചയം ഉണ്ടാവും, ഈ വാഹനത്തിന് നിങ്ങൾ പരിചയം ഉണ്ടാവും മുമ്പേ. ഇത് 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സോട് കൂടിയ ബ്രസ ഓട്ടോമാറ്റിക് ഡീസലിലുള്ള വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് ക്ലെയിം, മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. സെറാമിക് കോട്ടിങ്ങും അതുപോലെ തന്നെ റാപ്പിങ്ങും അടിപൊളി സെറ്റും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേരിയർ, അതുപോലെ തന്നെ സ്പേസ്, ഒരുപാട് ഫിറ്റിങ്സ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ DRL പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ നല്ല അടിപൊളി വീതി കൂടിയ ടയറ്, അലോവീല് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഗ്രാൻഡ് ടൈപ്പിലുള്ളൊരു ബ്രസ, അതും ഓട്ടോമാറ്റിക്കലി ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏകദേശം 18 to 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് A to Z ഷോറൂം സർവീസ്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ടൊരു 1000 കിലോമീറ്റർ 1500 കിലോമീറ്റർ ഒക്കെ നിലവിൽ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഈ വർഷം 7-ാം മാസം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ. മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ ഒന്നും വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഹൈ ക്വാളിറ്റി ഒരു ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് ഫിറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു വാഹനം. ഈ ഒരു 3 ലക്ഷം രൂപയുടെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് അത്രത്തോളം റേറ്റ് ഹൈ ആയിരിക്കും. ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ഈ വാഹനമൊക്കെ 8 ലക്ഷത്തിൻ്റെ മുകളിൽ വിൽപ്പനയുള്ള വാഹനമാണ്. 8.25 ലക്ഷം രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഫൈനൽ റേറ്റ് ഒറ്റയടിക്ക് നമ്മൾ 30,000 രൂപ കുറച്ചിട്ട് 7,95,000 രൂപക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 30,000 രൂപ ഡിസ്കൗണ്ടിൽ 7,95,000 രൂപക്ക് 3 ലക്ഷം രൂപ ഫിറ്റിങ്സ് ഉള്ള ഈ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള നല്ല ഹൈ പ്രൊഫൈൽ ഹൈ ക്വാളിറ്റി ഉള്ള വാഹനം. 750 സിബിൽ സ്കോറും 6 മാസത്തെ ബാങ്കിങ്ങും 1 കൊല്ലത്തെ വേറെ ഏതെങ്കിലും വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെയോ ലോൺ ഇട്ടതിൻ്റെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കസ്റ്റമർക്ക് കൊണ്ടുപോകാം. സോണിന്റെ അടിപൊളി സെറ്റ്, അതും ടച്ച് സ്ക്രീന് 40,000 രൂപൻ്റെ മുകളിൽ വില വന്നിട്ടുള്ള സോണിന്റെ സെറ്റ്, അതുപോലെ അടിപൊളി ലെതർ സീറ്റ് കവർ, ബാക്കിലും ഫ്രണ്ടിലൊക്കെ റണ്ണിങ് DRL,
DRL, ലൈറ്റ്, റണ്ണിങ് ലൈറ്റ് എല്ലാ ഫിറ്റിങ്സും ഉള്ള VDA AMT വരുന്ന 2018 ലാസ്റ്റ് സിംഗിൾ ഓൺഷിപ്പുള്ള വാഹനമാണ്. നമ്മൾ ആസ്കിങ് ചെയ്യുന്ന പ്രൈസ് 8,25,000 രൂപയാണ്. ഡിസ്കൗണ്ട് പ്രൈസ് കഴിച്ചിട്ട് 7,95,000 രൂപക്ക് 30,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് 7,95,000 രൂപക്ക് ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്തതും നമ്മൾ ഒരു ക്യാഷ് ബാക്ക് ഉള്ള വാഹനം, ഏകദേശം ഒരു IT റിട്ടേൺ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 10 ലക്ഷത്തിന് മുകളിലുള്ള ലോണുകൾക്കൊക്കെ എല്ലാ ബാങ്കിലും IT വേണം. ചില ബാങ്കുകളിൽ IT ഇല്ലാത്ത ബാങ്കുകളുണ്ട്, അവർക്ക് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് IT ഫയൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു 4 ലക്ഷം 4.5 ലക്ഷം രൂപയ്ക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനം. അല്ലെങ്കിൽ IT ഇല്ലാത്ത സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു വാഹനം എടുക്കുമ്പോൾ റീപ്ലേസ് ഇല്ലാത്ത, ഫ്ലഡ് ഇല്ലാത്ത, ക്ലെയിം ഇല്ലാത്ത, ഹിസ്റ്ററിയൊക്കെ പക്ക ഷോറൂം സർവീസ് ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുക്കുക, അതും സിംഗിൾ ഓണർ. ഇതെല്ലാം ഒന്നിച്ചിട്ടുള്ള ഒരു വാഹനം. നിലവിൽ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് ഒന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. 89 69 അടിപൊളി ഒരു ചെറിയ ഫാൻസി നമ്പറാണ്. 2018 ലാസ്റ്റ് M6 വരുന്ന വാഹനം. അതായത് M6 പറഞ്ഞാൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും അത് വരും. M8നെ അപേക്ഷിച്ചിടത്തോളം ഇതിൽ 2 വ്യത്യാസങ്ങളാണ് അധികം ഉണ്ടാകുക. ഒന്ന്, നമ്മളെ 16 സൈസ് വീല് മാറിയിട്ട് ഇത് 16 സൈസ് അലോയ് വീലാണെങ്കിൽ അത് 17 സൈസ് ഡയമണ്ട് കട്ട് വീലാണ് M8ൽ ഇതിന് വരിക. പിന്നെ രണ്ടാമത്തെ ആയിട്ടുള്ള വരുന്നത് വിൻഡോ കർട്ടൻ വരും. സെക്കൻഡ് റോ വരുന്ന സമയത്ത് വിൻഡോ കർട്ടൻ ഇതിൽ വരുന്നില്ല. ബാക്കിയുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിലുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, റണ്ണിങ് ലൈറ്റ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. അതേപോലെ തന്നെ നിലവിൽ ഈ വാഹനത്തിന് B2B ഇൻഷുറൻസ്, പമ്പർ ടമ്പർ ഇൻഷുറൻസ് ആണ്. പല കസ്റ്റമറും നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് പമ്പർ ടമ്പർ ഇൻഷുറൻസ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഡിപ്രിസിയേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് പമ്പറിന് നിങ്ങൾക്ക് 50%, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണെങ്കിൽ 50% നിങ്ങൾ അടക്കണം. ഒരു 4,000 രൂപയുടെ പമ്പർ ആണെങ്കിൽ 2,000 രൂപ നിങ്ങൾ അധികം ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കണം. മറ്റ് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഈ ഒരു ക്ലെയിം ചാർജ് ഒരു 1,000 രൂപ 1,200 രൂപ കഴിച്ചിട്ടുള്ള എല്ലാ വാഹനത്തിന് എല്ലാ ക്ലെയിമും അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹെഡ്ലൈറ്റിനും ഫുൾ എമൗണ്ട്, പമ്പറിന് ഫുൾ എമൗണ്ട്, ഗ്രില്ലിന് ഫുൾ, എല്ലാ വസ്തുക്കൾക്കും ഫുൾ എമൗണ്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ഇല്ലാതെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് B2B പമ്പർ ടമ്പർ ഇൻഷുറൻസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് B2B ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. ഒറ്റ ഓണറാണ്. ഒരു റീപ്ലേസും ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി പോയിട്ടുണ്ട്. ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 8,90,000 രൂപയാണ്. 40,000 രൂപ ഡിസ്കൗണ്ട് പ്രൈസ് കഴിച്ച് 8,50,000 രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 40,000 രൂപ സേവ് ചെയ്യാൻ മാത്രമല്ല, IT ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. IT ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഈ വാഹനത്തിന് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ട്. ഫ്രണ്ട് 2 ടയർ ഒരു 95% ഫ്രണ്ട് 2 ടയർ ഉണ്ട്. ബാക്ക് ടയർ ഒരു 60% വണ്ടിയുടെ കണ്ടീഷൻ ഉള്ളത്. ഒറ്റ ഓണറാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. വാഹനം വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം നമ്മൾ ഫുള്ള് ലോണിൽ അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം ക്യാഷ് ബാക്കിൽ 4 ലക്ഷം വരെ ക്യാഷ് ബാക്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. യാതൊരുവിധ ക്ലെയിം ഇല്ലാത്ത വാഹനമാണ്. ഡീസലിൽ ഏകദേശം 17 to 18 കിലോമീറ്ററാണ് കമ്പനി ഈ വാഹനത്തിന് മൈലേജ് പറയുന്നത്. റിയൽ ലൈഫിൽ നമുക്കൊരു 15 കിലോമീറ്ററിന്റെ ലെവലിൽ റിയൽ ലൈഫിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം നമ്മൾ കോമ്പാക്ട് XUVകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. ഇന്ന് നമ്മൾ ഒരു 10,000 കിലോമീറ്റർ ഓടിയ കോമ്പാക്ട് XUVയിൽ മാരുതിയിൽ ഏറ്റവും വലിയ പ്രീമിയം വാഹനം, അതും CVT ഓട്ടോമാറ്റിക് റയർ പീസായിട്ട് വിൽക്കപ്പെടുന്ന വാഹനമാണ്. അധികം കേരളത്തിൽ ഇപ്പോൾ വേറെ റീസെയിൽ മാർക്കറ്റിൽ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. ഒരു കമ്പാരിസൺ ചെയ്യാൻ പോലും ഒരു വാഹനം ഇല്ലാത്തൊരു വാഹനമാണ്. അധികം ഇറങ്ങിയിട്ടില്ല ഈ വാഹനം, ഓട്ടോമാറ്റിക്കലി ഹൈബ്രിഡിൽ നല്ല വിലപിടിപ്പുള്ള വാഹനമാണ്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം കാറ്റഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. CVT ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ലാഗിങ് ഉണ്ടാവില്ല, ഗിയർ ഷിഫ്റ്റിംഗ് ലാഗിങ് ഉണ്ടാവില്ല, ഇൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിലോട്ട് ഇറങ്ങുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. വെറും 10,000 കിലോമീറ്റർ ഓടിയ S-Cross, അതും ഓട്ടോമാറ്റിക്കലി സീറ്റ ഓപ്ഷന്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS,
ഡയമണ്ട് കട്ട് വീല് 4 ഡിസ്ക്കാണ് വരിക. 4 ഡിസ്ക് വരുന്ന വാഹനമാണ്. 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ടയറൊക്കെ 5 ടയറും പുതിയ ടയർ, പുതിയ ബമ്പർ ടു ബമ്പർ കമ്പനി ഇൻഷുറൻസ്, 2.5 വർഷം വാറണ്ടി ഉള്ള ഈ വാഹനം നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് 10,85,000 രൂപ, 10,90,000 രൂപ വരെ വണ്ടിക്ക് വില ഉണ്ട്. ഇപ്പം നിലവിൽ മാർക്കറ്റ് ഉണ്ട്. അതായത് 12 ലക്ഷം രൂപയൊക്കെ ഇപ്പം നിലവിൽ ഈ വാഹനത്തിന് ആവശ്യക്കാരായിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 10,90,000 രൂപയാണ്. അതിൽ തന്നെ 40,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് 10.5 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതും 2.5 വർഷം വാറണ്ടിയിൽ 10,000 കിലോമീറ്റർ ഓടിയ എസ് ക്രോസ് ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ഡിജനറേഷൻ ഒക്കെ ഉള്ള ഏറ്റവും മുന്തിയ വാഹനം 21 ലാസ്റ്റ്. അതും പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ ഹൈബ്രിഡിൽ നമുക്ക് മൈലേജ് 18 പോയിന്റ് കമ്പനി മൈലേജ് പറയുന്ന വാഹനമാണ്. വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചിന്തിക്കണ്ട, വണ്ടി എടുക്കുക, ഓടുക. സർവീസൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇൻഷുറൻസ് പുതിയതാണ്, 5 ടയർ പുതിയതാണ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ ഉള്ള വാഹനമാണ്. അതും ഈ ഒരു ബ്ലൂ കളർ നമുക്ക് എസ് ക്രോസിൽ കുറച്ച് അട്രാക്റ്റീവായ കളറാണ് ഈ വാഹനം. അടുത്തതും നമ്മൾ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന ഒരു വാഹനം തന്നെയാണ്. 2,20,000 കിലോമീറ്റർ വരെ കമ്പനി തന്നെ വാറണ്ടി കൊടുക്കുന്ന ഗ്ലാൻസ, ടൊയോട്ടയുടെ ഗ്ലാൻസ. അതും ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇന്ന് ഏകദേശം 13 ലക്ഷത്തിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനമാണ് ഈ ഗ്ലാൻസ. 19 ലാസ്റ്റ്, സെക്കൻഡ് ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. 1.25 ലക്ഷം കിലോമീറ്റർ ഇനി കമ്പനി വാറണ്ടിയിൽ നമുക്ക് ഓടാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമ്മൾ മാരുതിയിലൊക്കെ ഇതിന് ആൽഫ എന്ന് പറയും. വി ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന വാഹനം. ഫുൾ മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ ഫിറ്റ്. വേറെ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. DRL, റണ്ണിംഗ് ലൈറ്റ്, ഡേ ലൈറ്റ്, പ്രൊജക്ടർ ലാമ്പ്, ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ഡയമണ്ട് കട്ട് വീല്, മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കൽ ബാക്ക് വൈപ്പർ, അടിപൊളി ലെതർ സീറ്റ് കവർ, നാവിഗേഷന്, GPS, റിവേഴ്സ് ക്യാമറ, സെൻസർ, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി വരെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വി ഓപ്ഷൻ. ഈ ഒരു വാഹനത്തിന് നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 7,45,000 രൂപയാണ്. 7,45,000 രൂപയിൽ നമുക്ക് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് നമുക്ക് 7,20,000, 7,40,000 വരെ ID ഉള്ള പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഒരു നല്ലൊരു രീതിയിൽ ഓടിക്കുകയാണ്. നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് 24.25 അടുത്ത് മൈലേജ് കിട്ടുന്ന, കമ്പനി മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഏകദേശം നമുക്ക് റിയൽ ലൈഫിൽ ഒരു 20 to 22 കിലോമീറ്റർ മൈലേജ് റിയൽ ലൈഫിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പെട്രോള്, നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം. ടൊയോട്ടയുടെ റീസെയിൽ വാല്യൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ റീസെയിൽ വാല്യൊക്കെ നമുക്ക് കിട്ടുന്ന വാഹനമാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് അടച്ചു കൊടുക്കാൻ പറ്റും. ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് എല്ലാ വാഹനവും, എല്ലാ ടയറും ഒരു 80% മുകളിൽ ടയർ ഉണ്ട്. ഇതിന്റെ സീറ്റ് കവർ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കണം. ഹൈ ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ്. വാഹനത്തിൽ നമ്മൾ 45 ഫുള്ള് ലോണും ചെയ്യാം. അടുത്ത് നമ്മൾ XUV ടൈപ്പ് വണ്ടിയാണ്. അതിന്റെ പേര് തന്നെ XUV 500 ആണ്. XUV 500. 2 രീതിയിലും ഈ വാഹനത്തിൽ വിളിക്കാറുണ്ട്. ഒറിജിനൽ കേരള വാഹനങ്ങളാണ് നമ്മൾ അധികവും കാണിക്കുന്നത്. അധിക വാഹനവും സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ. ഇതും സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 2014 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് W8 ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്ന ഒരു വാഹനം. ഡീസലാണ്. 1,22,000 കിലോമീറ്റർ ആണ് വാഹനം റണ്ണ് ചെയ്തിട്ടുള്ളത്. 1,18,000 വരെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ലാസ്റ്റ് സർവീസ് ഇപ്പോൾ ഈ 2024 കഴിഞ്ഞിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്, പുതിയ 2 ടയർ ഉണ്ട്. 2 ടയർ ഒരു 85% മുകളിലുണ്ട്. ഈ വാഹനം ഇതിൻ്റെ ഒക്കെ ഉൾഭാഗം അത്രയും പെർഫെക്റ്റ് ആണ്. കാരണം XUV 500 ഒരു 12, 13, 14, 15 ഒക്കെ വണ്ടികൾ W8 എടുക്കുന്ന ആളുകൾക്ക്, അധിക ആളുകൾക്കുമുള്ള വിഷയം അതിന്റെ ഉൾഭാഗത്തുള്ള ലെതർ സീറ്റിംഗ് ഒക്കെ ആകെ കീറി പറഞ്ഞ് അതൊക്കെ വിണ്ട് കിടക്കായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി ലെതറിംഗ് ഒക്കെ അതിന്റെ ഒറിജിനാലിറ്റിയിൽ കിടക്കുന്ന വാഹനം. ഒന്നും ചെയ്തതല്ല. അതായത് വർക്കുകളൊന്നും ഇതിമേ ചെയ്തിട്ടില്ല. സീറ്റിമൊന്നും ഒരു റീവർക്കും ചെയ്യാതെ അത്രയും ജെന്യുവിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ വാഹനമാണ്. അടിപൊളി ഫാൻസി നമ്പറാണ്. ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 7.5 ലക്ഷം രൂപയാണ്. 7.5 ലക്ഷം രൂപയിൽ ഉദ്ദേശിക്കുന്ന റേറ്റാണ്. 60,000 രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും.
14 പുതിയ ഇൻഷുറൻസ് 2025 മാർച്ച് വരെ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് 5.5 ലക്ഷം രൂപ IDV ഉണ്ട്. 7 ലക്ഷം രൂപ ഈ വാഹനത്തിന് വില ഇട്ടിട്ടുണ്ട്. 7 ലക്ഷം രൂപ 2 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ ലഭിക്കും. അതല്ല ഒരു 6 ലക്ഷം രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് 5 കൊല്ലം വരെ ലോൺ അവൈലബിലിറ്റി ഈ വാഹനത്തിനുണ്ട്. ഏകദേശം പുതിയ വണ്ടിക്ക് ഏകദേശം 19 മുകളിൽ അന്ന് വില വന്നിട്ടുണ്ടാവും. W8ന് 8 എയർ ബാഗ്, പുഷ് ബട്ടൺ 8 എയർ ബാഗ്, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, ക്രൂസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, എല്ലാ ഓപ്ഷനും, അലോയ് വീല്, എയർ ബാഗ്, ABS, 8 എയർ ബാഗ് ഉള്ള ഒരു വാഹനം, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, DRL, റണ്ണിങ് ലൈറ്റ് എല്ലാം ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് 6,90,000 രൂപക്ക് 60,000 രൂപ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഡീസലിൽ ഏകദേശം 10 to 14 കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, സിംഗിൾ ഓണർ ആണ്. വാഹനം നല്ല ഹൈ ക്വാളിറ്റിയിൽ കിടക്കുന്ന വാഹനം. ഒരുപാട് ആളുകൾ നമ്മോട് ഇറ്റിയോസ് ലിവ, നമ്മളത് 2 വണ്ടി ഉണ്ട്, ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും. ഇത് ഡീസൽ എഞ്ചിനാണ്. പെട്രോളും എടുക്കേണ്ട ആവശ്യമില്ല. ഡീസലിന്റെ കംപ്ലൈന്റ് ഇല്ലാത്തൊരു വാഹനം ഉണ്ടെങ്കിൽ ഒരു സെഡാൻ ടൈപ്പ് അല്ല, ഒരു ഹാഷ്ബാക്ക് ടൈപ്പിൽ ഒരു വാഹനം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആദ്യത്തെ ചോയ്സ് ഇറ്റിയോസ് ലിവയാണ്. കാരണം നല്ല ലുക്കാണ്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറ് നല്ല കളറാണ്. ഒരുപാട് ആളുകൾ എൻക്വയറി വരുന്ന കളറാണിത്. 2017 ലാസ്റ്റ് ഫുൾ കമ്പനി സർവീസ് 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാട്ടോ. ഡീസലിൽ 23 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും. 4 ടയറും യോക്കോമയുടെ 1 ലക്ഷം കിലോമീറ്റർ ഓടാനുള്ള ടയറും ഇതിൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഇൻഷുറൻസ് 12 മാസം വരെ, 9 മാസം 10 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. VD ഓപ്ഷൻ, കമ്പനി ഡുവൽ ടൂണ്, കമ്പനി ഡയമണ്ട് കട്ട് വീല്, മിറർ ഇൻഡിക്കേറ്റർ, 4 ഡോർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ഡുവൽ എയർ ബാഗ്, ABS എല്ലാം ഫിറ്റിങ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്ന VD ഓപ്ഷൻ വരുന്ന ഡുവൽ ടൂണ് പ്ലാറ്റിനം വാഹനം. ന്യൂ മോഡലാണ് വരിക. ഈ വാഹനം നമുക്ക് കസ്റ്റമർക്ക് ഇപ്പോൾ 7,50,000 രൂപയാണ് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത്. 7,50,000 രൂപയാണ്. 20,000 രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ട് 7,30,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 20,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അതോടുകൂടെ തന്നെ ഈ വാഹനത്തിന് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് 6,25,000, 6,30,000 വരെ മാക്സിമം ഫിനാൻസ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഇറ്റിയോസ് ലിവ നിങ്ങൾക്ക് 20 കിലോമീറ്ററിന്റെ മുകളിൽ 23 കിലോമീറ്റർ വരെ മൈലേജ് ഉള്ള ഇറ്റിയോസ് ലിവ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് i20 ഫ്ലൂഡിക് ടൈപ്പാണ്. അതായത് 2009 മുതലാണ് i20 നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ഇറങ്ങി തുടങ്ങിയത്. 2013 ലാസ്റ്റ് ഫ്ലൂഡിക് ടൈപ്പ് വരുന്ന i20 ഡീസൽ 1.4 ലിറ്റർ എഞ്ചിൻ വരുന്ന അടിപൊളി മൈലേജ്, 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന, ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നുമില്ലാത്ത 1,30,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. യാതൊരുവിധ ആക്സിഡന്റ് ഇല്ല. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് കണ്ടീഷനാണ്. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉള്ളൂ. പറയത്തക്ക കണ്ടീഷൻ ഒന്നും ടയർ ഭാഗത്തോട്ടില്ല. ഇൻഷുറൻസ് 25 വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. റീപ്ലേസ് വാഹനത്തിലില്ല. സർവീസ് ഹിസ്റ്ററി ഉള്ള 13 ലാസ്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള നല്ല വാഹനം. അതും 2ാമത്തെ ഓണറാണ്. ഒരു സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർഷിപ്പാണ്. കയ്യിൽ 01 ആണ്. 5 വർഷമായിട്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനം. വാഹനത്തിൽ AC, പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാം, അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട്. 4 ഡോർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് RB മോട്ടോഴ്സിൽ ഉദ്ദേശിക്കുന്ന റേറ്റ് വെറും 2,90,000 രൂപ. 2,90,000 രൂപക്ക് ഡീസൽ 13 ലാസ്റ്റ് വരുന്ന i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ നിങ്ങൾക്ക് 2,75,000 വരെ ഫിനാൻസ് സൗകര്യം നമുക്ക് ലഭ്യമാണ്. ഇൻഷുറൻസ് മാറ്റി അടക്കേണ്ടി വരും. അടുത്തത് നമ്മൾ കിയ. ഒരുപാട് ആളുകൾ കിയയുടെ വാഹനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഒരു 7,70,000 രൂപക്ക് 7,75,000 രൂപയാണ്. 5,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 7,70,000 രൂപക്ക് നമുക്കൊരു കിയയുടെ സോണറ്റ് കൊണ്ടുപോകാം. 2020 മോഡല് 21 2ാം മാസം രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള കിയയുടെ സോണറ്റ്. മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. 2020 ആണ്, 21 രജിസ്റ്റർ, സിംഗിൾ ഓണറാണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC, പവർ സ്റ്റാരിങ്,
പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഡുവൽ എയർ ബാഗ്, ABS, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനി കണ്ടീഷനോട് കൂടിയ KL 11 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് കേട്ടോ. ഈ വാഹനത്തിന് നമുക്ക് 6,85,000 രൂപ വരെ ലോണ് കിട്ടും. ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കിയയുടെ വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് കണ്ടീഷൻ ഒരു 20-30% ടയർ ഉപയോഗിക്കാനുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാതിട്ട് അലോയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊരു സൈസ് അലോയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്കുള്ള ഒരു കിയയുടെ വാഹനമാണ്. ഇപ്പോൾ നമ്മൾ 7,70,000 രൂപക്ക് കൊടുക്കും. മാക്സിമം ഇനിയും ഡിസ്കൗണ്ട് ചെയ്യുക, കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ, മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 6,85,000 വരെ നമുക്ക് ലോണും ലഭിക്കും. റെനോൾട്ടിൻ്റെ ഡസ്റ്റർ, അത് റെനോൾട്ട് ആക്കിയ ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് ഡസ്റ്ററാണ്. ഒരു കോമ്പാക്ട് XUV ഒക്കെ ഈ ഒരു മാർക്കറ്റിലോട്ട് വന്നത് ഈ ഒരു ഡസ്റ്റർ ആ ഒരു കാറ്റഗറിയുള്ള വാഹനത്തെ കണ്ടിട്ടാണ്. അതിന് മുന്നേ ഒരു കോമ്പാക്ട് XUV എന്നുള്ളൊരു മാർക്കറ്റൊന്നും അധികമായിട്ട് ആർക്കും അറിയാത്തൊരു മേഖല അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ്. ഇത് 2015 മോഡൽ, 11 മാസം വരുന്ന ന്യൂ മോഡൽ ഷേപ്പ് വരുന്ന വാഹനമാണ്. അതും സെക്കൻഡ് ഓണർഷിപ്പ്. മേജർ ആക്സിഡൻറ്റോ മൈനർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല. RXL ആണ്. എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ടച്ച് സ്ക്രീന്, ലെതർ സീറ്റ്, 5D മാറ്റ്, എല്ലാ ഫിറ്റിങ്സോട് കൂടിയ ഒരു ഡസ്റ്റർ. ഇതിനിപ്പോൾ കസ്റ്റമർ 30,000 മുകളിൽ വില കൊടുത്ത് ഇപ്പോൾ 4 പുതിയ ടയർ വാങ്ങിയിട്ടിട്ടൊരു 1000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ടാവുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ഉള്ള ഒരു ഡസ്റ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സാണ്. 85 ആണ്, RXL ആണ്, കംപ്ലൈൻറ്റ് കുറഞ്ഞ എഞ്ചിനാണ്, വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഇപ്പോൾ മാറിയിട്ടുണ്ട്, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ഒരു റീപ്ലേസും ഇല്ലാത്ത പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 5.5 ലക്ഷം രൂപ IDV ഉള്ള പുതിയ ഇൻഷുറൻസ് അടക്കമുള്ള ഈ വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 5,50,000 രൂപയിൽ ഫുള്ള് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. 5,50,000 രൂപയും നമുക്ക് ലോൺ അവൈലബിലിറ്റി ഉണ്ട്. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. ലോ കിലോമീറ്റർ എന്നൊരു ഹോണ്ട സിറ്റി, അതും 55,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള, ഒരു ക്ലെയിമും ആക്സിഡൻറ്റും റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു 55,000 കിലോമീറ്റർ ഓടിയ 14-15 റേസർ, സിംഗിൾ ഓണർഷിപ്പ്, ഒരു ലേഡി യൂസിംഗ് ഉള്ള വാഹനം. വേറെ ഒരു ക്ലെയിമും ഇല്ല. വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു ഷോറൂം കണ്ടീഷനോട് കൂടി ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹോണ്ട സിറ്റി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2014 മോഡൽ, 15 ഡെലിവറി, 15 റേസർ, സിംഗിൾ ഓണർഷിപ്പാണ്. SV വേരിയൻ്റ് ആണ്. അതായത് ഡുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റാരിങ് ഹൈറ്റ് അഡ്ജസ്റ്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്, അതുപോലെ തന്നെ വോയിസ് കൺട്രോളൊക്കെ വരുന്ന വാഹനമാണ്. റിയർ AC വരുന്നുണ്ട്. 4 ടയറും പുതിയ 4 ടയറും ഉണ്ട്. പുതിയ ബാറ്ററിയും വെച്ചിട്ടുണ്ട് കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പോസിറ്റീവായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വാഹനം നിങ്ങൾക്ക് വെറും 5,90,000 നമുക്ക് ഈ വാഹനത്തിന് റേറ്റ് ഉദ്ദേശിക്കുന്നത്. 5,90,000 രൂപയും നമുക്ക് ലോണ് കിട്ടും. പക്ഷേ അത് 2 കൊല്ലത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. അതല്ല നിങ്ങളൊരു 4 വർഷം 5 വർഷമൊക്കെ ഇടണമെങ്കിൽ ഈ വാഹനത്തിന് നമുക്ക് ഒരു 4.5 ലക്ഷം മുതൽ 5 ലക്ഷത്തിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. 2018 മോഡൽ i20 ആക്റ്റീവ് ഡീസലില് XX ഓപ്ഷൻ വരുന്ന വാഹനം. 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ഇൻബിൽഡായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഫുള്ള് ബ്ലാക്കാണ് വരിക. ഉൾഭാഗം റൂഫിലും അടിഭാഗവും സൈഡ് പോസ്റ്റും എല്ലാം ഒരു ബ്ലാക്ക് കണ്ടീഷനോട് കൂടി ബ്ലാക്ക് എഡിഷനായിട്ട് വരുന്ന ഒരു വാഹനമാണ്. DRL, റണ്ണിങ് ലൈറ്റ്, ഡയലൈറ്റ്, ഫുൾ കമ്പനി സർവീസ്. ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തില്ല. ഫുള്ള് കമ്പനി 10,000 സർവീസുള്ള 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1ൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് മാറിയതാണ്. ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ മേജർ ആക്സിഡൻറ്റ് ഇപ്പോൾ ഗ്ലാസ്, ഡോറ്, ബോണറ്റ് ഒന്നും അങ്ങനെ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത സർവീസ് ബുക്ക് ഉണ്ട്. സെക്കൻഡ് ചാവി ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് നമുക്ക് 7,20,000 രൂപയാണ് ഈ വാഹനത്തിന് ആസ്കിങ് പ്രൈസ്. 7,25,000 വരെ ലോണും കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫൈനലായിട്ട് 6,90,000 ഈ വാഹനം കൊടുക്കുക. പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് അടച്ചു കൊടുക്കുക. ഈ വാഹനം നമുക്ക് 6,90,000 7,25,000 വരെ ലോണും കിട്ടും.
ലോ കിലോമീറ്റർ വീണ്ടും ഒരു വാഹനം 60,000 കിലോമീറ്റർ ഓടിയ ഒരു ഇറ്റിയോസ് ലിവ ക്രോസ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ജി വേരിയന്റ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ കമ്പനി വന്ന ടയർ ഇപ്പോൾ മാറിയിട്ടില്ല, അത്യാവശ്യം മാറാനായിട്ടുണ്ട്. ഒരു 10,000 കിലോമീറ്റർ കൂടി അത്യാവശ്യമുള്ളൂ. വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ ഓടിയ ഇറ്റിയോസ് ലിവ ക്രോസ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി, അടിപൊളി സീറ്റ് കവർ, ബാക്ക് വൈപ്പർ, ഡയമണ്ട് കട്ട് വീല് എല്ലാം ഓപ്ഷനോട് കൂടിയ ഈ വാഹനം നമുക്ക് ഒരു ഓഫർ റേറ്റ് ആട്ടോ. 5 ലക്ഷം രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഫൈനൽ 4,75,000 രൂപക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 4,75,000 രൂപക്ക് 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് 15 ലാസ്റ്റ് എറ്റിയോസ് ക്രോസ് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിൽ ഏകദേശം കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒരു 4 ലക്ഷം മുതൽ 4,25,000 വരെ ലോൺ ചെയ്യാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു മുതൽ കൊണ്ടുപോകാം നമുക്ക്. ഉൾഭാഗമൊക്കെ കയറുകയാണെങ്കിൽ പുത്തൻ വണ്ടിയുടെ ഫീല് മാറാത്തൊരു വാഹനം. ഈ വാഹനം നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റൂഫ് റെയിൽ സൈഡ് എല്ലാ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ള വാഹനമാണ്. നല്ല അടിപൊളി നമ്പർ 5656 ഫാൻസി നമ്പറാണ്. നല്ല സെക്കൻഡ് ചാവി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്. 60,000 കിലോമീറ്റർ ഓടിയ ഒരു ലിവ ക്രോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് 4.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കട്ടോ. 2 ക്രെറ്റ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്, 2 എണ്ണം. അതും രണ്ടും ഓഫർ റേറ്റ് ആട്ടോ. ഇതും ഫുൾ ഓൺ ആണ്, ഇതിന്റെ ബാക്കിലുള്ളതും ഫുൾ ഓൺ ആണ്. ഇത് 1.4 നമുക്ക് E+ വരുന്ന വാഹനം. AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാരിങ്, ബാക്കിലോട്ട് AC വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. മിറർ, ഇൻഡിക്കേറ്റർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് എല്ലാ ഓപ്ഷനോട് കൂടിയ EX+ വരുന്ന ബോസ് നമ്പറുള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പുള്ള ബോസ് നമ്പറാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നിങ്ങൾ കമ്പനി ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. 17 ലാസ്റ്റ് മോഡൽ വരുന്ന ക്രെറ്റ 1.4 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റിനാണ്. ഇപ്പൊ മാർക്കറ്റിൽ 8.5 ലക്ഷം രൂപക്കൊക്കെ ക്രെറ്റയ്ക്ക് വില വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന് നമ്മൾ 7,90,000 രൂപക്ക് ഈ വാഹനം കൊടുക്കും. ആസ്കിംഗ് പ്രൈസ് 8.30 ആണ്. 7,90,000 രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസ് 8 മാസം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് ഫുള്ള് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം. അടുത്തതും ഒരു ക്രെറ്റ നമ്മുടെ കയ്യിൽ 1.6 ഏറ്റവും ടോപ്പ് എൻഡ് XX ഓപ്ഷൻ വരുന്ന 1.6 സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. ഇതും സിംഗിൾ ഓണർഷിപ്പാണ്. 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS എല്ലാം വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് വേരിയന്റ് ക്രെറ്റ. ഇത് ഈ വാഹനത്തിന് അലോയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2 ടയർ പുതിയതാണ്, 2 ടയർ 80%. ഈ വാഹനത്തിലോട്ട് വരുമ്പോൾ ഫുൾ ടയർ, പുതിയ ടയർ പെട്ടിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് 11 മാസം വരെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ബാറ്ററി ഉണ്ട്. സീറ്റിലും റൂഫിലും അതുപോലെ തന്നെ ഡോർ പോസ്റ്റിലൊക്കെ എയർ ബാഗ് വരുന്ന ടൈപ്പ് വരുന്ന ക്രെറ്റ. ഏറ്റവും കൂടിയ വേരിയന്റ് 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിന് 18 കിലോമീറ്റർ 16 to 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന XX ഓപ്ഷൻ വരുന്ന ക്രെറ്റ 7 ലക്ഷം രൂപക്ക് ഏറ്റവും കൂടിയ വേരിയന്റ്. ഇപ്പൊ എന്താണെങ്കിലും 9 ലക്ഷം ഒക്കെ ഡീലർമാർ ചോദിക്കുന്ന പ്രൈസുള്ള ഒറ്റ ഓണർഷിപ്പുള്ള വാഹനമാണ്. നമുക്ക് 7 ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 8 to 8.5 ലക്ഷം വരെ നമുക്ക് ഈ വാഹനത്തിന് ലോൺ ലഭിക്കും. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 8 ആണ്. 50,000 രൂപ ഡിസ്കൗണ്ട് പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ 7 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാന്ന് പറയുന്നത്. 4 പുതിയ ടയർ, 11 മാസം വരെ പുതിയ ഇൻഷുറൻസ്, വെൽ മെയിൻറ്റൈൻഡ് വാഹനം. ഈ വാഹനം നമുക്ക് 7 ലക്ഷം രൂപക്ക് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ കാണിച്ചേക്കുന്ന പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള വാഹനങ്ങളാണ്. നമ്മളെ മുന്നേ ഉള്ള സ്റ്റോക്കുകൾ ഉണ്ട്, കുറച്ചൊക്കെ പുതിയ സ്റ്റോക്കുകൾ. ഇപ്പോൾ ഒരു 10-40 സ്റ്റോക്കുകൾ പുതിയ തന്നെ നമ്മൾ കയറിയിട്ടുണ്ട്. ഫോർച്യൂണർ, അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റകൾ, ക്രെറ്റകൾ, ഡസ്റ്റർ 3-4 കയറിയിട്ടുണ്ട്. ഹോണ്ട സിറ്റി ഒരു 4 കയറിയിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവലായിട്ടും ഒരുപാട് വാഹനങ്ങൾ, അതും മോഡൽ കൂടിയ മാക്സിമം ഫുൾ ഓൺ കിട്ടുന്ന ഒരു വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.